ഹായ് ഓൾ, വെൽക്കം ടു സേ ചിയേഴ്സ്. ഇന്ന് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളൊരു സൈഡ് ഡിഷ് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരാം. ആദ്യം ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടുകെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതൊരു ഷാർപ്പ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കടുകെണ്ണ ഇടുന്നത്. വേണ്ടെങ്കിൽ നമുക്ക് കടലെണ്ണ മാത്രം ഉപയോഗിച്ചാൽ മതി. എണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കണം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ചുരുക്കി വെച്ചിട്ട് ഈ ജീരകം ഒന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് നമ്മൾ 3 പച്ചമുളക് നടുകെ കീറിയത് ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി എടുത്ത് അതിനെ ചതച്ചിട്ടിട്ട് കൊടുക്കണം. മല്ലിപ്പൊടി ഇടണ്ട, മല്ലി ചതച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിനെ കഷ്ണമായിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ച് അതിൽ ചേർത്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ 1 വിസിൽ ഇട്ടെടുത്തു. ഇനി ഈ ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ഉരുളക്കിഴങ്ങ് ഓൾറെഡി കുക്കറിൽ വേവിച്ചത് കൊണ്ട് കുറച്ച് നേരം കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഫുള്ളായിട്ട്. പിന്നെ മല്ലിയെല്ലാം ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, ചപ്പാത്തിയോട് നന്നായിരിക്കും. വേണമെങ്കിൽ നമുക്ക് കുറച്ച് കസൂരി മേത്തിയും ഇതിലിടാം, പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല, എനിക്ക് ഇങ്ങനെ കഴിക്കാൻ കുറച്ചുകൂടെ ഇഷ്ടം. ഇതിൽ വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ ആംചൂർ പൗഡർ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ ബൈ.